ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാൻ ഇതിന് മുമ്പ് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു എങ്ങനെ നമുക്ക് മീഷോയിൽ റീസെല്ലിങ് ചെയ്യാൻ പറ്റുമെന്നുള്ളത് പറഞ്ഞിട്ടുണ്ടോ. ഞാൻ കൃത്യമായിട്ട് പറഞ്ഞുതരാമെന്ന് പറഞ്ഞിട്ട് ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ഇത് ആ വീഡിയോയുടെ തുടർച്ചയാണ്. അപ്പോൾ ആദ്യം നമുക്ക് എന്താണ് റീസെല്ലിങ് എന്ന് നോക്കാം. അത് അറിയുമായിരിക്കും, എന്നിരുന്നാലും അറിയാത്ത ആളുകൾക്ക് വേണ്ടിയിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്തു തരാം. റീസെല്ലിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മീഷോ ആപ്ലിക്കേഷനിൽ നിന്നും നമ്മൾ ഒരു രൂപ പോലും കയ്യിൽ നിന്നും കളയാതെ നമ്മൾ സ്വന്തമായിട്ട് നമ്മൾ റീസെല്ലിങ് ചെയ്തത് അവരുടെ പ്രൊഡക്റ്റ്, മീഷോയിലുള്ള പ്രൊഡക്റ്റ് നമ്മൾ വേറൊരാൾക്ക് വിൽക്കുന്നതിനാണ് നമ്മൾ റീസെല്ലിങ് എന്ന് പറയുന്നത്. ഇതാണ് അതിൻ്റെ ഒരു പ്രോസസ്സിങ് എന്ന് പറയുന്നത്. അതായത് നമ്മളൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല, നമ്മളൊന്നും അറിയേണ്ട ആവശ്യമില്ല, നമ്മുടെ കയ്യിൽ നിന്ന് പൈസ മുടക്കേണ്ട ആവശ്യമില്ല, നമ്മൾ പ്രൊഡക്റ്റ് വാങ്ങേണ്ട ആവശ്യമില്ല, നമ്മളത് പേക്ക് ചെയ്യേണ്ട, നമ്മളത് പിക്ക് ചെയ്യേണ്ട, നമ്മളത് റിട്ടേൺ ആയിട്ട് നമ്മൾ പോയി വാങ്ങിക്കേണ്ട, നമ്മൾ നേരിട്ട് കൊണ്ട് കൊടുക്കേണ്ട, അങ്ങനെ ഒന്നും ചെയ്യാതെ നമ്മുടെ സ്മാർട്ട് ഫോൺ ഉപയോഗിച്ച് മാത്രം നമ്മൾ മീഷോക്ക് ഓർഡർ എടുത്ത് കൊടുക്കുന്ന ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ റീസെല്ലിംഗ് എന്ന് പറയുന്നത്. ഇതിൽ നിന്ന് നമുക്ക് ചെറിയൊരു മാർജിൻ കിട്ടും. നമ്മൾ അതിലിടുന്ന മാർജിൻ നമുക്ക് കിട്ടും. ഇതാണ് ഓൾറൗണ്ടായിട്ട് നമ്മൾ ഈ ഒരു റീസെല്ലിംഗ് എന്ന് പറയുന്ന സംഭവം. ഓക്കെ, ഇനി ഇത് ചെയ്യാനായിട്ട് നമ്മൾ ആദ്യം ചെയ്യേണ്ടത്, നമ്മുടെ കയ്യിൽ ആദ്യം വേണ്ടതൊരു സ്മാർട്ട് ഫോണാണ്. പിന്നെ നമ്മൾക്ക് വാലിഡ് ആയിട്ടുള്ള ഒരു അക്കൗണ്ട് നമ്പർ കൂടെ വേണം. കാരണം അക്കൗണ്ട് നമ്പറും നമ്മുടെ ഈ ഒരു മീഷോ ആയിട്ട് ലിങ്ക് ചെയ്യണം. കാരണം അക്കൗണ്ട് കഴിഞ്ഞ് നമുക്ക് പൈസയൊക്കെ കിട്ടും. അതുകൊണ്ട് നമ്മൾ അക്കൗണ്ട് നമ്പർ എന്തായാലും ഈ ഒരു സംഭവമായിട്ട് ലിങ്ക് ഉണ്ടായിരിക്കണം. ഓക്കെ, പാൻ കാർഡ് കാര്യങ്ങൾ അതൊന്നും വേണം, സാധാ ഒരു അക്കൗണ്ട് ഉണ്ടായാൽ തന്നെ മതിയാവും. ബാലൻസ് വേണമെന്നോ അങ്ങനെ ഒന്നുമില്ല. സീറോ ബാലൻസ് ആണെങ്കിലും നോ പ്രോബ്ലം, ഒരു കുഴപ്പമില്ല. ഏതൊരു ബാങ്കിൻ്റെ അക്കൗണ്ട് ആണെങ്കിലും അതിലൊക്കെയാണ് കേട്ടോ. ഇനി നമ്മളിത് എങ്ങനെയാണ് നമ്മളിത് തുടങ്ങുക എന്നുള്ളത്, മീഷോ അക്കൗണ്ട് എടുക്കാനൊക്കെ എല്ലാവർക്കും അറിയുമായിരിക്കും. ഒരുപാട് വീഡിയോസ് തന്നെ നമ്മുടെ ഈ ഒരു യൂട്യൂബിൽ തന്നെ അപ്ലോഡ് ആക്കിയിട്ടുണ്ട്, ഒരുപാട് ആളുകൾ അപ്ലോഡ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ അത് നമ്മൾ അതിലേക്ക് പ്രത്യേകിച്ച് കിടക്കണമെന്നൊന്നും ഞാൻ ചിന്തിക്കുന്നില്ല, കാരണം എല്ലാവർക്കും അറിയുന്ന കാര്യങ്ങളാണത്. ഓക്കെ, അപ്പോൾ മീഷോ ആപ്പ് നിങ്ങളുടെ അടുത്തുണ്ടാകും. അത് നമ്മൾ അതിൻ്റെ ഹോം പേജ് എടുത്താൽ തന്നെ അതിൽ ഞാൻ പറ്റുമെങ്കിൽ ഇവിടെ ഞാൻ സ്ക്രീൻഷോട്ട് കൊടുക്കാം. എങ്ങനെയാണിത് അതായത് എങ്ങനെയാണിത് നമ്മൾ റീസെല്ലിങ് ചെയ്യുക എന്നുള്ളത് കാണിച്ചു തരാം. ഓക്കെ, നമ്മൾ മീഷോ ആപ്പ് തുറന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൽ നമുക്ക് കുറേ പ്രൊഡക്റ്റുകൾ കാണിക്കും. അതായത് ഇപ്പോൾ കിച്ചൺ പ്രോഡക്റ്റ് ഉണ്ടായിരിക്കും, ഡെക്കോർ പ്രോഡക്റ്റ് ഉണ്ടായിരിക്കും, പിന്നെന്താ ഈ മേക്കപ്പ് ഐറ്റംസ് ഉണ്ടായിരിക്കും, ഡ്രസ്സുകളുണ്ടായിരിക്കും, ഫാഷൻ റിലേറ്റഡ് ആയിട്ടുള്ള അതുണ്ടായിരിക്കും, പിന്നെ ചെരുപ്പ്, അങ്ങനെയുള്ള ഒരുപാട് കൈൻഡ് ഓഫ് കാറ്റഗറീസ് പെട്ടിട്ടുള്ള ഒരുപാട് പ്രൊഡക്റ്റുകൾ നമ്മുടെ മീഷോയിലുണ്ടായിരിക്കും. എനിക്ക് തോന്നുന്നു പച്ചക്കറിയും മറ്റേ ഈ പാർട്ടി ടീച്ചേഴ്സ് ഒഴിച്ച് ബാക്കി എല്ലാം അതിലുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. കാരണം അത്രയും പ്രൊഡക്റ്റ് മീഷോയുടെ പ്രത്യേകതയും അത് തന്നെയാണ്. ഒരുപാട് പ്രൊഡക്റ്റ് നമുക്ക് ഇപ്പോൾ ആമസോണിൻ്റെ ഒരു റീസെല്ലിംഗ് ആപ്പൊക്കെ വന്നിട്ടുണ്ടായിരുന്നു, പക്ഷേ അതൊന്നും എന്താ പറയുക ഇങ്ങോട്ട് മുകളിലേക്ക് വന്നില്ല. ഈ ഒരു മീഷോനെ തോപ്പിക്കാൻ ആരും പറ്റില്ല എന്ന് പറയില്ല, അതേപോലെ ഒരു അവസ്ഥയായിരുന്നു കേട്ടോ. ഞാൻ ആമസോണിൻ്റെ ഇതിലും ചെയ്തിട്ടുണ്ടായിരുന്നു, എന്താ ഗ്രോത്തും അങ്ങനെ എന്തോ ആപ്പിൻ്റെ പേര് കറക്റ്റായിട്ട് പോകുമ്പോൾ ഞാൻ അധികം ചെയ്തിട്ടില്ല. അതിൽ ഒന്നോ രണ്ടോ പ്രൊഡക്റ്റ് എന്തോ മാത്രം അതിൽ സെല്ല് ചെയ്ത് കൊടുത്തുള്ളൂ. പക്ഷേ ഇതിനെക്കാട്ടി കുറച്ചുകൂടെ റേറ്റ് കമ്മിയാക്കിയിട്ടാണ് അതിൽ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. പക്ഷേ അതിൽ എന്താ പറയുക ഈ ഒരുപാട് സാധനങ്ങളൊന്നും ഉണ്ടായിരുന്നു. മീഷോ പോലെ ഒരുപാട് സാധനങ്ങളൊന്നും ഉണ്ടായിരുന്നു, കുറച്ച് സാധനങ്ങളുണ്ടായിരുന്നു. നമ്മുടെ വിഷയം മീഷോ ആണ്, മീഷോയിലേക്ക് വരും. ഓക്കെ, അപ്പം ഇതിൽ സാധനങ്ങൾ കാണും. നമ്മൾ പണ്ട് തന്നെ നമ്മൾ മീഷോ തുറക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റുമല്ലോ, അതിൽ ഇഷ്ടംപോലെ പ്രൊഡക്റ്റുകൾ കാണുന്നുണ്ടാവും. നമ്മളത് എടുക്കുക, നമ്മളതിൽ ഏതെങ്കിലും ഒന്ന് സെലക്ട് ചെയ്യുക. ശേഷം അതിൽ തന്നെ ഓപ്ഷൻ ഉണ്ടാകും, നിങ്ങളത് റീസെല്ലിംഗ് ചെയ്യുകയാണോ എന്നുള്ളത് താഴ്ഭാഗത്ത് ഓപ്ഷൻ കാണിക്കും. നമ്മളത് ഷെയർ കൊടുക്കുന്ന സമയത്ത് അപ്പോൾ നമ്മൾ യെസ് എന്ന് കമൻറ്റ് ചെയ്യുക. യെസ് എന്ന് കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ തന്നെ ഒരു മാർജിനിൻ്റെ ഒരു സംഭവം, അതായത് അതിലുള്ള റേറ്റ് ഇപ്പോൾ അതിലൊരു 150 രൂപയുടെ പ്രൊഡക്റ്റാണ് നിങ്ങൾ എടുക്കുന്നുണ്ടെങ്കിൽ നിങ്ങളൊരു 50 രൂപ കൂടെ കൂട്ടുകയാണ്. അപ്പോൾ അത്രയും 200 രൂപയായി. ഓക്കെ, അപ്പോൾ 200 രൂപ എന്നാണ് അവിടെ അടച്ചു കൊടുക്കുന്നത്. നിങ്ങൾ ഒരിക്കലും നിങ്ങളുടെ മാർജിൻ മാത്രമായിട്ട് 50 രൂപ എന്നാണ് അടച്ചു വെക്കരുത്. അതുകൂടെ കൂട്ടിയിട്ട് അപ്പോൾ അതിൻ്റെ താഴെ എഴുതി കാണിക്കും എത്ര രൂപയാണ് നിങ്ങൾക്ക് മാർജിൻ ഉള്ളതെന്ന്. അത് പറ്റുമെങ്കിൽ അതിലൂടെ സ്ക്രീൻഷോട്ട് കൊടുക്കണം. അപ്പോൾ നമുക്ക് കുറച്ചും കൂടെ ബെറ്ററായിട്ട് നമുക്ക് മനസ്സിലാവും. ഓക്കെ, പിന്നെ ഒരു കാര്യം പറഞ്ഞു, നിങ്ങൾ ഒരിക്കലും മീഷോയിൽ നിന്നും ഡയറക്റ്റായിട്ട് നിങ്ങൾ എന്ത് ചെയ്യരുത്, ഷെയർ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ മീഷോയുടെ ലിങ്കും അതിൻ്റെ പിന്നാലെ അതിൻ്റെ കാറ്റലോഗിൽ പോകും. അപ്പം ഇത് നമ്മൾ ഷെയർ ചെയ്യുന്ന സമയത്ത് ഈ ഒരു ലിങ്ക് കസ്റ്റമേഴ്സിൻ്റെ കണക്കിൽ കാണുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാവും, ഓ ഇത് എന്താണ് ഈ മീഷോന്ന് വന്നതാണ്, ഇത് റീസെല്ലിംഗ് ആണ് എന്നുള്ളത് അവർക്ക് മനസ്സിലാവും. അപ്പോൾ അവർ നമുക്ക് ഓർഡർ ചെയ്യാൻ പോകും. കാരണം അവർക്ക് കുറച്ചുകൂടെ എളുപ്പത്തിൽ എന്താണ് അവർക്ക് മീഷോന്ന് ഡയറക്റ്റായിട്ട് ഓർഡർ ചെയ്യാം, നമ്മൾ ഇടയിൽ നിൽക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, അപ്പം അങ്ങനെ നമുക്ക് മനസ്സിലാവും. ഇപ്പോൾ ഷെയർ ചെയ്യാനുള്ളത് വരെ നമുക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി ബാക്കി വീഡിയോ ഞാൻ അടുത്ത ഒരു വീഡിയോ കുറച്ച് ലോങ് ആയി പോകും. അതുകൊണ്ട് എങ്ങനെയാണ് ഇത് മാർക്കറ്റിംഗ് ചെയ്യാനുള്ള വീഡിയോ ഞാൻ നാളെ ചെയ്തിട്ട് അപ്ലോഡ് ചെയ്യാം കേട്ടോ. അപ്പം എന്ത് ചെയ്യാം, നിങ്ങൾ ഇതുവരെ ഒക്കെ ഓക്കെ ആയിട്ട് ഒന്ന് ചെയ്ത് നോക്കുക എങ്ങനെയാണെന്നുള്ളത്. പിന്നെ ഇതിലൊരു കോഡ് വരും. ഓക്കെ, നമ്മൾ ഷെയർ ചെയ്യുമ്പോൾ ഒരു കോഡ് വരും. ആ കോഡ് എങ്ങനെയാണ് റിമൂവ് ചെയ്യേണ്ടത് എന്നുള്ളത് അതിലുണ്ടാവും വിചാരിക്കുന്നു. ഞാൻ നോക്കട്ടെ, അതിലുണ്ടാവും. അതായത് ആ ഒരു പിക്കിൽ ഈ ഒരു സംഭവത്തിൻ്റെ കോഡ് എഴുതിയിട്ടുണ്ടാവും. അത് നമ്മൾ റിമൂവ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഷെയർ ചെയ്യാൻ വേണ്ടി ഡയറക്റ്റായിട്ട് ഷെയർ ചെയ്ത് നമ്മൾ ആദ്യം നമ്മുടെ ഗാലറിയിലേക്ക് നമ്മൾ സേവ് ചെയ്ത ശേഷം ഈ കാറ്റലോഗ് ഉണ്ട്, അത് നമ്മൾ കോപ്പി ചെയ്ത ശേഷം മാത്രം നമ്മൾ ഡയറക്റ്റായിട്ട് പോയിട്ട് ഫേസ്ബുക്കിലോ ഇൻസ്റ്റാഗ്രാമിലോ വാട്സപ്പിലോ കൊണ്ടുപോയിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഇതിനെ
ഷെയർ ചെയ്യാം. ഓക്കെ, ഇങ്ങനെയാണ് ഇത് ചെയ്യേണ്ടത്. ഇങ്ങനെയാണ് ഇതിൻ്റെ പ്രോസസ്സിങ് വരുന്നത്. നമ്മൾ ഡയറക്റ്റായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്തായാലും പൊട്ടും. പൊട്ടും എന്ന് പറഞ്ഞാൽ പൊട്ടും. അങ്ങനെ ഒരു സമയമുണ്ട്. പിന്നെ എനിക്കൊക്കെ ആദ്യം പറ്റിയിട്ടുണ്ട്. ഒരുപാട് ഞാൻ ഷെയറൊക്കെ ചെയ്ത് കഴിഞ്ഞ ശേഷം എനിക്ക് ഓർഡറൊന്നും വരാണ്ട് എന്താ പറയുക, ഞാനിങ്ങനെ അന്തം വിട്ടിരിക്കുന്ന സമയത്താണ് ഞാൻ ജസ്റ്റ് ഒന്ന് ശ്രദ്ധിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി. വേറൊരാളുടെ അക്കൗണ്ടിൽ നിന്ന് എൻ്റെ അക്കൗണ്ട് എടുത്തിട്ട് ഇതാരും കാണുന്നില്ല എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് എടുത്ത് നോക്കിയപ്പോൾ എനിക്ക് മനസ്സിലായി ഇതിൻ്റെ അടിയിൽ മീഷോയുടെ ലിങ്ക് ഉണ്ട്. പിന്നെ ഇങ്ങനെ നമുക്കത് ഓർഡർ ചെയ്ത് തരിക. അപ്പം ആ ഒരു പ്രശ്നം പറ്റും. അപ്പോൾ അത് മാക്സിമം ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. നമ്മളത് ഇല്ലാതാക്കാൻ വേണ്ടി ശ്രമിക്കുക. ഇത് ലോങ് വീഡിയോ ആയിട്ട്. അപ്പോൾ അടുത്ത വീഡിയോ ഞാൻ ഇതിൻ്റെ ബാക്കി ഞാൻ കറക്റ്റായിട്ട് പറഞ്ഞു കേട്ടോ. അപ്പോൾ ഓക്കെ, വീഡിയോ ഇഷ്ടമാകുകയാണെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ താങ്ക് യു.